മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. 2 ദിവസം മുമ്പ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ കാണേണ്ടായി. വളരെ നല്ല ധർമ്മബോധമുള്ള ചാർട്ടേഡ് അക്കൗണ്ടന്റാണ്. അദ്ദേഹം പറയുകയുണ്ടായി, കുറേ കാര്യങ്ങൾ സംസാരിച്ചു. 47 ലക്ഷം പേർക്ക് ഇപ്രാവശ്യം കേന്ദ്ര ഗവൺമെന്റ് കള്ളപ്പണം സൂക്ഷിക്കുന്നവർക്കും ടാക്സ് അടയ്ക്കാത്തവർക്കും ടാക്സ് അടയ്ക്കുന്നത് അക്കൗണ്ട് മാൽപ്രാക്ടീസ് ചെയ്തവർക്കും ഹ്യൂജ് ഡെപ്പോസിറ്റ് ഉള്ളവർക്കും എല്ലാം 47 ലക്ഷം പേർക്ക് നോട്ടീസ് പോയിട്ടുണ്ട്. മുത്തൂറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ റെയ്ഡ് ചെയ്തപ്പോൾ മുത്തൂറ്റുകാർ തന്നെ അറിയിച്ചു അത്രേ, ഹ്യൂജ് ഡെപ്പോസിറ്റ് ഉള്ളവരോട് ചിലപ്പോ നിങ്ങളുടെ പേരും ഡീറ്റെയിലും കൊടുക്കേണ്ടി വരും, വേണ്ട പ്രിക്കോഷൻ എടുത്തോളാനായിട്ട്. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, പൂത്ത പൈസ അത് ഒരു ബാങ്കിലിട്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് കൊണ്ട് ആ പൈസ പോകാതെ എങ്ങനെ സൂക്ഷിക്കണം, അതിലെ ഇൻട്രസ്റ്റ് ഇൻകം ടാക്സുകാർ പിടിക്കാതെ എങ്ങനെ സൂക്ഷിക്കണം എന്നൊക്കെ വിചാരിച്ച് ഉറങ്ങാതെ കിടക്കുന്ന സമ്പന്നരായ വ്യക്തികൾ ഇപ്പോ 47 ലക്ഷം പേരുടെ കൂട്ടത്തിൽ നോട്ടീസ് കിട്ടി. ഇനി എന്നാണാവോ റെയ്ഡ് വരുന്നത് എന്ന് വിചാരിച്ച് അവര് തന്നെ ഉറങ്ങാതെ കിടക്കുന്നു. എന്നിട്ടാ അദ്ദേഹം പറഞ്ഞു, തിരുവനന്തപുരത്തെ പ്രസിദ്ധമായ ആശുപത്രികളില് പല ആശുപത്രികളിലും 1.7 കോടി രൂപ വർഷത്തില് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഇൻകം ഉള്ള ഡോക്ടർമാരുണ്ട്. വിരലിലുണ്ടാവുന്നവരല്ല, കുറേ ഉണ്ട്. 1.8 കോടി വരെ പ്രതിവർഷം ഇൻകം ഉള്ള ഡോക്ടേഴ്സ് ഉണ്ട്. അവർ പലപ്പോഴും ടാക്സ് കൊടുക്കാന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര വിഷമമാണ്. അവരുടെ ജീവിതത്തിൽ പാവപ്പെട്ടവനെ പോലും പിഴിഞ്ഞ് ആശുപത്രിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ, ഓപ്പറേഷൻ നടത്തുമ്പോൾ അതിൻ്റെ കമ്മീഷൻ കിട്ടാൻ വേണ്ടി ഇല്ലാത്ത രോഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് ആതുര സേവനം എന്ന വ്രതമെടുത്ത് വരുന്നവർക്ക് പരമാവധി കാശുണ്ടാക്കാനുള്ള തത്രപ്പാടിൽ ഉറങ്ങാതെ കിടന്നു. അവർക്ക് നോട്ടീസ് പോയിട്ടുണ്ട്. ഇനി അവര് ഇത്രയും കാലം അടയ്ക്കാത്തതിൻ്റെ കൂടി ചേർത്ത് അടയ്ക്കേണ്ടി വരികയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നാലോചിച്ചിട്ട് ഉറക്കമില്ലാത്ത രാത്രികൾ. തിരുവനന്തപുരത്തെ ഒത്തിരി ഡയഗ്നോസ്റ്റിക് സെന്ററുകളുണ്ട്. മെഡിക്കൽ ഡയഗ്നോസ്റ്റിക് സെന്ററുകളിൽ ഇൻകം ടാക്സുകാർ പോയിട്ട് ഏതൊക്കെ ഡോക്ടർമാർക്കാണോ കമ്മീഷൻ കിട്ടുന്നത് അവരുടെയൊക്കെ ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. ആ ലിസ്റ്റിന്റെ പ്രകാരം ഈ 47 ലക്ഷം പേരില് ഇൻകം ടാക്സ് അടയ്ക്കാത്തവർക്ക് നോട്ടീസ് പോയിട്ടുണ്ട്. ഇല്ലാത്ത രോഗത്തിന് CT സ്കാനിങ്ങും MRI സ്കാനിങ്ങും ഒക്കെ പറഞ്ഞ് 4000-ഉം 5000-ഉം രൂപ ഒരു സ്കാനിങ്ങിന് കമ്മീഷൻ എടുക്കുന്ന വൈറ്റ് കോളർ മെഡിക്കൽ ടെററിസ്റ്റുകളായ ഡോക്ടർമാരുണ്ട്. പണ്ട് ഡോക്ടർ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഈശ്വരനെ പോലെയായിരുന്നു. എനിക്ക് ഓരോ ഡോക്ടറെ കാണുമ്പോഴും വീരപ്പനെ പോലെയാ തോന്നുക. എല്ലാവരും അങ്ങനെയാണോ എന്ന് അറിഞ്ഞുകൂടാ. VP ഗംഗാധരൻ സാറ് മാതൃഭൂമിയിൽ എഴുതിയ ഒന്ന് ഞാൻ വായിച്ചു. അതായത് ഓണത്തിൽ ഫ്രീ കിട്ടുന്നത്, ആ ഫ്രീ കിട്ടുന്നതിന് വേണ്ടി പരക്കം പായുന്ന കേരളീയര്, കാറ് ഫ്രീ, സാരി ഫ്രീ, ഒരെണ്ണെടുത്താൽ 2 ഫ്രീ, ഇങ്ങനെ ഫ്രീ കിട്ടി ഓണക്കാലത്ത് എന്ത് വാങ്ങിച്ചാലും സമ്മാനം കിട്ടുക, സമ്മാന പെരുമഴ, ഫ്രീ എക്സ്ട്രാ കിട്ടുക, റീപ്ലേസ്മെന്റ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇനി എന്നാണാവോ ഈ രോഗചികിത്സയ്ക്ക് ഓണക്കാലത്ത് വരുന്നവർക്ക് അടുത്ത 1 വർഷത്തേക്ക് ഫ്രീ ചികിത്സ അങ്ങനെ വരാൻ പോകുന്നത് എന്നാണാവോ എന്ന് അറിഞ്ഞുകൂടാ. എന്നിട്ട് അദ്ദേഹം ഉദാഹരണവും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ. എന്നിട്ട് ലാസ്റ്റ് പറഞ്ഞത് ക്യാൻസർ മണ്ഡലത്തിലും ഇതിന് സ്കോപ്പ് ഉണ്ട്,
ഈ ഫ്രീ കൊടുക്കാൻ ഓണക്കാലത്ത് ക്യാൻസർ ഉണ്ടോ എന്ന് ചികിത്സിക്കാൻ വരുന്ന വ്യക്തികൾക്ക് അടുത്ത 1 വർഷത്തേക്ക് ക്യാൻസർ ഉണ്ടോ എന്ന് ഫ്രീ ആയിട്ട് പരിശോധിക്കാനുള്ള രീതിയിലുള്ള ആശുപത്രികളും മുമ്പോട്ട് വന്നുകൂടെന്നില്ല എന്ന് പറഞ്ഞ് അത്ഭുതകരമായിട്ടുള്ള വസ്തുത, എൻ്റെ മൊബൈൽ ഫോണിൽ ഒരു SMS കിട്ടി. ഡോക്ടർ VP ഗംഗാധരൻ സാറ് പ്രവർത്തിക്കുന്ന ലേക്ക് ഷോർ ഹോസ്പിറ്റലില് ഓണക്കാലത്ത് നിങ്ങൾ ശരീരത്തിന്റെ ആരോഗ്യ പരിശോധനയ്ക്ക് വരികയാണെങ്കിൽ അടുത്ത 1 വർഷത്തേക്ക് ക്യാൻസർ ഉൾപ്പെടെ ഉള്ളതുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ആ ടെസ്റ്റുകൾ ഫ്രീ ആയിട്ട് നടത്താം. അദ്ദേഹം വർക്ക് ചെയ്യുന്ന ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ തന്നെ നിന്നാണ് എനിക്ക് SMS കിട്ടിയത്. ഇപ്പൊ ഗംഗാധരൻ സാറ് വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞത് അദ്ദേഹം മാതൃഭൂമിയിൽ എഴുതിയിട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ അദ്ദേഹം പ്രവർത്തിക്കുന്ന ആശുപത്രിയിൽ നിന്ന് തന്നെ ഒരു രോഗമുണ്ടെങ്കിൽ 2 രോഗത്തിന്റെ പരിശോധന നടത്തും എന്ന് പറയുന്ന പോലെ, ഒരു ചെറിയ സോപ്പ് ഓണക്കാലത്ത് വാങ്ങിക്കുകയാണെങ്കിൽ 2 വലിയ സോപ്പ് ഫ്രീ കിട്ടുമെന്ന് പറയുന്ന പോലെ, നിങ്ങൾ വാങ്ങിക്കുന്ന സാൻഡ്രോ കാറിന് 70,000 രൂപ കുറവ്, നിങ്ങളുടെ കാർ എടുക്കുകയും ചെയ്യും ന്യായമായ വിലയ്ക്ക്. ഒരു സാരി വാങ്ങിക്കുമ്പോൾ 2 സാരി, ഡയറക്റ്റ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ 3 ചുരിദാർ ഓർഡർ ചെയ്യുകയാണെങ്കിൽ 5 ചുരിദാർ കിട്ടും എന്നൊക്കെ പറയാറില്ലേ? അതേപോലെ ഒരു രോഗത്തിന് ചികിത്സിക്കാനായിട്ട് ആശുപത്രി പോയാൽ 2 രോഗത്തിന് ചികിത്സിക്കാം. അത് ഓണക്കാലത്ത് 10 ദിവസം പോയാൽ അല്ലെങ്കിൽ 10 ദിവസത്തിൽ എന്തെങ്കിലും പോയാൽ അടുത്ത ഓണക്കാലം വരെ എല്ലാ ചികിത്സയും ടെസ്റ്റുകൾ ഫ്രീ. ഇല്ലാത്ത രോഗം ഉണ്ടെന്നും പറഞ്ഞിട്ട് അഡ്മിറ്റ് ചെയ്യുമ്പോൾ അത് ഫ്രീ അല്ല. പൂര മെഡിസിൻ കൊടുത്തിട്ട് രോഗികളെ കൊല്ലുമ്പോൾ അതും ഫ്രീ അല്ല. എനിക്കറിയാം, പ്രഗത്ഭനായൊരു ന്യൂറോളജി പ്രൊഫസർ കൊടുത്ത മരുന്നാണ് എൻ്റെ ഭാര്യ ഇന്ന് അനുഭവിക്കുന്നത്. എനിക്കറിയാം, ഈ ഡോക്ടറെ കാണുമ്പോഴത്തേക്ക് സ്വന്തം അനുഭവം മാത്രമല്ല, പലരും പറയുന്നത് കേട്ടിട്ട് തന്നെയാണ്, നേരിട്ട് കണ്ടിട്ടാണ്. എനിക്ക് ഈ പ്രൈവറ്റ് ആശുപത്രിയിലെ ഡോക്ടർമാരെ ഗവൺമെന്റ് ആശുപത്രിയിലും വലിയ മോശമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അവർക്കും കമ്മീഷനൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അവർ ടെസ്റ്റ് എഴുതി കൊടുത്ത പ്രൈവറ്റ് സ്ഥലത്താണ് ടെസ്റ്റിന് പോവുക, അതിന്റെ കമ്മീഷൻ അവർക്ക് വരുമായിരിക്കും. അല്ല, പ്രഗത്ഭരെന്ന് വിചാരിച്ച് കൈകൂപ്പി തൊഴുന്ന ഡോക്ടർമാരും കമ്മീഷൻ മേടിക്കുന്നത് കണ്ടിട്ടുണ്ട്. ആരോ പറയുന്ന മാതിരി എല്ലാവരും മേടിക്കുമ്പോൾ ഞാൻ മാത്രം എന്തിനാ സാറേ മേടിക്കാതിരിക്കുന്നേ എന്ന് ചോദിക്കുന്ന മാതിരി അത്ഭുതം തോന്നാറുണ്ട് ശരിക്കും. തനി വൈറ്റ് കോളർ ക്രിമിനൽസ്, എല്ലാവരുമല്ല എന്ന് ഞാൻ പറയുന്നു, എന്നാലും ധാരാളം പേരുണ്ട്. പക്ഷെ രോഗിക്ക് ഇവരെല്ലാവരുടെയെങ്കിലും അടുത്ത് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. വേണ്ടതിനും വേണ്ടാത്തതിനും ടെസ്റ്റ് എഴുതുക, എന്നിട്ട് യഥാർത്ഥത്തിലേക്ക് കിടക്കുമ്പോൾ ടെസ്റ്റ് കിട്ടിയ റിപ്പോർട്ട് മറിച്ചു നോക്കുക പോലും ചെയ്തിട്ടില്ല. 2000-3000 രൂപയുടെ ടെസ്റ്റ് ചെയ്യിച്ചിട്ട് അടുത്ത ദിവസം ടെസ്റ്റ് റിസൾട്ടും കൊണ്ടുപോകുമ്പോൾ മറിച്ചു നോക്കുക പോലും ചെയ്യാതെ മാറ്റി വെച്ചിട്ട് ഓപ്പറേഷൻ നടത്തിയ അനുഭവം എൻ്റെ വീട്ടിലുണ്ടായിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നത്, ആ ഡോക്ടർമാർക്ക് ഇനി ഉറങ്ങാൻ പറ്റില്ല ഈ ടാക്സിൻ്റെതായിട്ടുള്ളത്. അപ്പൊ ശരിക്ക് എല്ലാ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഇൻകം ടാക്സുകാര് കമ്മീഷൻ മേടിക്കുന്ന ഡോക്ടർമാരുടെ ലിസ്റ്റ് മേടിച്ചിട്ടുണ്ട്. അത്രയും അതിൽ എത്രയോ എമൗണ്ടിന്റെ മുകളിൽ കമ്മീഷൻ മേടിക്കുന്ന ഡോക്ടർമാരെ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ചാർട്ടേഡ് അക്കൗണ്ടന്റ് പറയായിരുന്നു. അപ്പൊ ആ രീതിയിൽ ഉണ്ടാക്കും. ഇന്നലെ നേമം പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ കോഴി കൊണ്ടുപോകുന്ന ലോറി പിടിച്ചു. കുറെ യുവാക്കൾ വളരെ ജോളിയായിട്ട് നിൽക്കുന്നുണ്ട്. പോലീസുകാരല്ല പിടിച്ചത്, സെയിൽ ടാക്സുകാരാണ് പിടിച്ചത്. സെയിൽ ടാക്സുകാരും നന്ദനം എന്ന സിനിമ കാണുന്ന മാതിരി സന്തോഷത്തോടുകൂടി മുഖം, കോഴി കച്ചവടം നടത്തുന്നവരും സന്തോഷത്തോടുകൂടി മുഖം. ചർച്ച ടാക്സ് കൊടുക്കുന്നതിനെ കുറിച്ചാവില്ല, ടാക്സ് കൊടുക്കാതിരിക്കാൻ കൊടുക്കേണ്ടതിനെ കുറിച്ചായിരിക്കും. അതാണ് അവരുടെ മുഖത്ത് കണ്ടത്. നേമം പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ ഇന്നലെ രാവിലെ 8:45 കണ്ടതാണ് സെയിൽ ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ വണ്ടിയും. അവരും പൈസ ഉണ്ടാക്കുന്നു. ലോകത്തില് പൈസ ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട്, നിലനിർത്താനുള്ള ബുദ്ധിമുട്ട്, ചെലവഴിക്കാനുള്ള ബുദ്ധിമുട്ട് എന്ന് ഞാൻ നീതിസാരത്തിൽ വായിച്ചിരുന്നു, സംസ്കൃതത്തിൽ വായിച്ച് പറയുകയുണ്ടായിരുന്നു. നമ്മളെല്ലാം ഈ കെട്ടുണ്ടാക്കി അവസാനം അത് പങ്കുവെക്കാൻ തന്നെ മക്കൾ തമ്മിൽ തല്ലി ആ ഒരൊറ്റ പൈസ കൊണ്ട് തന്നെ ജീവിതം ആസ്വദിക്കാൻ പറ്റാത്ത വിധത്തില് റെയ്ഡും
ഞാൻ ഇന്നത് പറയാനൊരു പ്രത്യേക കാരണം കൂടിയുണ്ട്. ഇന്നലെയാണ് ബ്ലാക്ക് മണി ഡിസ്ക്ലോസ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് തോന്നിയിരുന്നു, പത്രത്തിൽ കണ്ടിരുന്നു. പിന്നെ 1-ാം തീയതി എല്ലാവരും കെട്ടുകണക്കിന് പൈസ ഉണ്ടാക്കി ഒരു ചാൺ വയറിന് വേണ്ടി. പൈസ വേണ്ടെന്നല്ല, സമ്പത്ത് വേണ്ടെന്നല്ല, അതുണ്ടാക്കാനും ചെലവഴിക്കാതിരിക്കാനും സൂക്ഷിക്കാനും അതിൻ്റെ ഇൻട്രസ്റ്റ്, അതിൻ്റെ ടാക്സ് കൊടുക്കാതിരിക്കാനും എല്ലാം വേണ്ടി വെമ്പൽ കൊണ്ട് വെപ്രാളപ്പെട്ട് ജീവിക്കുന്നവര് തിരിച്ചു പോകുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകുന്നില്ലെന്നും പലപ്പോഴും വീട്ടിനകത്ത് പ്രശ്നമുണ്ടാകുന്നത് ഇതിൻ്റെ അളവ് കൂടുന്നത് കൊണ്ടാണെന്നും കൊടുക്കാൻ മടിച്ച് എടുക്കാൻ ഒരു മടിയും ഇല്ലാതെ ജീവിക്കുമ്പോഴാണ് ഇതൊക്കെ പ്രശ്നമാകുന്നത് എന്നും അമിതമായാൽ അമൃതം വിഷം എന്ന മലയാളത്തിലെ സിമ്പിൾ വരി ഓർമ്മിപ്പിക്കാൻ ഈ ഒക്ടോബർ 1-ാം തീയതി ഗാന്ധി ജയന്തിയുടെ മുമ്പിലത്തെ ദിവസം ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്നോട് പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഒരു മുസ്ലിം ഡോക്ടർ, അങ്ങേർക്കും 1.7 കോടി രൂപ ഇൻകം ഉള്ള ആള് ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ അടുത്ത് വന്ന് പറഞ്ഞു അത്രേ, ഞാൻ എന്തിനാ ടാക്സ് കൊടുക്കുന്നത്? ഗവൺമെന്റ് എനിക്ക് എന്ത് തരുന്നു? ഞാൻ വെറുതെ ടാക്സ് കൊടുക്കുന്നത് എന്തിനാ? ബീഫ് പോലും തിന്നാൻ സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു രാജ്യത്തില് ഞാൻ എന്തിനാ ടാക്സ് കൊടുക്കുന്നതെന്ന് കയർത്തുകൊണ്ട് ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ അടുത്ത് ചോദിച്ചു അത്രേ. ആ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആദ്യം ഒന്നും മിണ്ടിയില്ല. പിന്നെ അദ്ദേഹം ചോദിച്ചു അത്രേ, നിങ്ങൾ എങ്ങനെയാണ് എൻ്റെ അടുത്തേക്ക് വന്നത്? അയാൾ പറഞ്ഞു കാറിലാ വന്നത്. ആ കാറ് ഇപ്പൊ തിരിച്ചു പോകുമ്പോൾ അവിടെ ഉണ്ടാവുമോ? ഉണ്ടാവും. ആ കാറ് തിരിച്ചു പോകുമ്പോഴും അവിടെ ഉണ്ടാകാൻ കാരണം നമ്മുടെ നാട്ടില് ഒരു പോലീസ് സംവിധാനം ഉള്ളത് കൊണ്ടാണ്. ആ കാർ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ പോലീസ് പിടിക്കും, കോടതി കൊണ്ടുപോകും എന്ന് ഭയമുള്ളത് കൊണ്ട് ആ കാർ അവിടെ ഉള്ളത്. അങ്ങനെ നിങ്ങളുടെ കാറ് റോട്ടിൽ നിർത്തുമ്പോൾ അതിന് പരോക്ഷമായിട്ട് കൊടുക്കുന്ന സംരക്ഷണത്തിന് ചെലവില്ലേ ഗവൺമെന്റിന്? നിങ്ങൾ ഏതിൽ കൂടിയാണ് കാർ ഓടിച്ചുകൊണ്ട് വന്നത്? ആ റോഡ് ഉണ്ടാക്കാൻ ചെലവില്ലേ? നിങ്ങൾ രാത്രി പോകുമ്പോഴത്തേക്കും സ്ട്രീറ്റ് ലൈറ്റ് ഇടാൻ ഗവൺമെന്റ് ചെലവില്ലേ? റോഡിൽ പൈപ്പ് ഇടാൻ ഗവൺമെന്റിന് ചെലവില്ലേ? ഓരോ ഗവൺമെന്റ് ഓഫീസുകളിലും നിങ്ങൾ 5 രൂപയും 10 രൂപയും കൊടുത്ത് ചില സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുമ്പോൾ ആ ക്ലർക്ക് അയാൾക്ക് 18,000 20,000 രൂപ ശമ്പളം കൊടുക്കുന്നത് നിങ്ങളുടെ 2, 3, 5 രൂപ ഒരുമിച്ച് ചേർത്താൽ 10,000 പോലും ആവില്ല. അയാൾക്ക് 30,000 28,000 ശമ്പളം കൊടുക്കണ്ടേ? ആ കെട്ടിടത്തിന് വാടക കൊടുക്കണ്ടേ? ഗവൺമെന്റ് ഓഫീസ് നടത്തുന്ന സ്ഥാപനത്തിൽ ഇലക്ട്രിസിറ്റിക്ക് ചാർജ് കൊടുക്കണ്ടേ? അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചു അത്രേ. അയാൾ ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോയി അത്രേ. ആ ഡോക്ടർ അപ്പൊ വീണ്ടും ആ ഡോക്ടറോട് ഇതിനിടയ്ക്ക് ചോദിക്കുകയുണ്ടായി, നിങ്ങൾ ഇത്രയും പൈസ കിട്ടുന്ന സ്ഥിതിക്ക് നിങ്ങളൊരു വീട് വയ്ക്കുക, ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വീട് വയ്ക്കുക, അല്ലെങ്കിൽ അത് ഇൻട്രസ്റ്റ് കൊടുത്ത് അത് ടാക്സിൽ നിന്ന് എക്സംഷൻ മേടിക്കാമല്ലോ. ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഇൻട്രസ്റ്റ് മേടിക്കരുതെന്ന് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്. അത് കാരണം അതൊന്നും ഞങ്ങൾ വാങ്ങിക്കില്ല. അപ്പോൾ ഒരു വശത്ത് മതവും മറ്റേ വശത്ത് ധർമ്മവും. ധർമ്മം വയലേറ്റ് ചെയ്യുന്നു, മതം അനുസരിക്കപ്പെടുന്നു. ഇതുകൂടിയാണ് ഇവിടെ നടക്കുന്നത്. മതത്തിലെ ചിന്തകൾ അനുസരിക്കുന്നുണ്ട്. ധർമ്മം ഒരു വ്യക്തി ചെയ്യേണ്ട ഡ്യൂട്ടി, റെസ്പോൺസിബിലിറ്റി ആൻഡ് പ്രിവിലേജ്, അതനുസരിക്കപ്പെടുന്നില്ല. ഏതായാലും ഡോക്ടർമാരായാലും എഞ്ചിനീയർമാരായാലും ഓരോരുത്തരായാലും ടോട്ടൽ ഫോർ യു ആയാലും അല്ലെങ്കിൽ പൈസ ഡബിൾ ആകുന്നു എന്ന് അഡ്വർടൈസ്മെന്റ് കാണിക്കുന്നവരായാലും മുത്തൂറ്റായാലും എല്ലാം കൊണ്ടുപോയിട്ട് പൈസ കിട്ടുന്ന ആ വൻ കച്ചവടത്തില് പലർക്കും നഷ്ടപ്പെടുന്നത് ജീവിതം തന്നെയാണ് എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. പലർക്കും അതാണ് ജീവിതമെന്ന് നിങ്ങൾ ചിന്തിക്കുക. പ്രണാമം, നമസ്കാരം.